സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തുമ്പോൾ തലസ്ഥാനം യുദ്ധക്കളമാണ്. കരിങ്കൊടി പ്രതിഷേധത്തിനെതിരായ പോലീസ് അക്രമങ്ങൾക്കെതിരെ ഇന്ന് KSUവും തെരുവിലിറങ്ങി. ഇന്നലത്തെ സമീപനം പോലീസ് ഇന്ന് വെടിഞ്ഞപ്പോൾ തിരിച്ച് മുട്ടയിൽ മുളകുപൊടി പ്രയോഗമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും വെല്ലുവിളികൾ തുടരുമ്പോൾ കരുതൽ തടങ്കലിലായ യൂത്ത് കോൺഗ്രസുകാർക്ക് ഇന്ന് CPMകാരുടെ രക്ഷാപ്രവർത്തനം നേരിടേണ്ടി വന്നു. ഗൺമാന് ക്ലീൻ ചിറ്റോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ്. ആദ്യം അരുൺകുമാർ, ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ അത് കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇന്നലത്തോടുകൂടി ഇനി അങ്ങോട്ട് തെരുവിൽ സമരം തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് KSUവിന്റെ പ്രതിഷേധവും കണ്ടു. ഈ പ്രതിഷേധങ്ങളെ പോലീസ് നേരിട്ട നടപടി അത് ശരിയായ രീതിയിലാണ് എന്ന അഭിപ്രായമുണ്ടോ? ഈ പ്രതിഷേധം എന്ന് താങ്കൾ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. പ്രതിഷേധമല്ലല്ലോ, ആക്രമണമല്ലേ നടന്നത്. ആക്രമണം അതിൻ്റെ ഏറ്റവും സ്ഥായിയായിട്ട് വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് നടന്നത്. ഇന്നലെ ചെരുപ്പ് ഉപയോഗിച്ചു, കരിങ്കല്ല് ഉപയോഗിച്ചു, കുപ്പികൾ ഉപയോഗിച്ചു, കുപ്പിച്ചില്ല് ഉപയോഗിച്ചു, വടികൾ ഉപയോഗിച്ചു, വിവിധ രൂപത്തിലുള്ള വടികൾ ഉപയോഗിച്ചു, തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചു, പോലീസിൻ്റെ ഷീൽഡ് വാങ്ങിച്ചത് നിരവധി ചവിട്ടിപ്പൊളിച്ചു. അതുപോലെ ഇന്ന് മുളകുപൊടി നിറച്ച മുട്ടകൾ എറിഞ്ഞു. അതുപോലെ തന്നെ ഗോലി, കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഗോലി കൊണ്ടുവന്ന് പോലീസുകാരെ തെന്നി വീഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം. അപ്പോൾ പല യൂട്യൂബ് ചാനലിലൊക്കെ കാണുന്ന സമരമാർഗങ്ങളടക്കം, കുട്ടികൾ കാണുന്ന ഗെയിമുകളിലെ പല മാർഗങ്ങളടക്കം KSU സമരത്തിൽ ഉപയോഗിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഈ നവകേരള സദസ്സിൻ്റെ ശോഭ കെടുത്തുക, മുഖ്യമന്ത്രിയെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരെ ആക്രമിക്കുക, വനിതാ പോലീസിനെ വരെ ക്രൂരമായിട്ട് ആക്രമിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്രമണത്തിന് ആഹ്വാനം നൽകുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് തന്നെയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ അടിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു തിരിച്ചടയ്ക്കണം, വീണ്ടും തിരിച്ചടിക്കണമെന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഒരു സംശയം വേണ്ട, എണ്ണി എണ്ണി തിരിച്ചടിക്കണമെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകുമെന്ന് പറഞ്ഞ് സമരത്തിൽ പങ്കെടുത്തവരെ ആവേശം കൊള്ളിച്ചു. ആ കുഞ്ഞുങ്ങൾ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് വന്ന നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീയെ വെട്ടിനുറുക്കി കൊന്ന് കഷ്ണമായി വീടിന്റെ മുറ്റത്ത് മറവ് ചെയ്തിട്ട, കുഴിച്ചിട്ട ആ യൂത്ത് കോൺഗ്രസിന്റെ നേതാവടക്കം, അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് 2 കിലോ കഞ്ചാവ് അടക്കം കയ്യോടെ പിടികൂടിയ നേതാവടക്കം, അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് LLB എൻറോൾമെന്റ് നടത്തി സ്വന്തം വീടിന് മുന്നിൽ ബോർഡൊക്കെ വെച്ച് പ്രാക്ടീസ് ആരംഭിച്ച് ഇപ്പോൾ അന്വേഷണം വന്നപ്പോൾ ബോർഡ് എടുത്ത് മാറ്റി ഒളിവിൽ പോയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവടക്കം, അതുപോലെ നിരവധി ആളുകൾക്ക് നിയമന ഉത്തരവ് കൊടുത്ത കോട്ടയത്തിന്റെ KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കമുള്ള ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ സന്യാസത്തിന് പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് KPCCയുടെ പ്രസിഡന്റ് നടത്തിയ ആഹ്വാനം ഇന്ന് KSU നടത്തിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായും നിയമം കയ്യിലെടുത്ത് പോലീസിനെ ക്രൂരമായി ആക്രമിക്കുന്നതാണ് നാം കണ്ടത്. ഇവിടെ എന്ത് കാരണത്താലാണ് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രഖ്യാപിതമായിട്ടുള്ള മുദ്രാവാക്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് 23-ന് സമാപിക്കും. അപ്പോൾ 20, 21, 22, 23 ഓരോ സംഘടനകൾക്ക് വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. 23-ാം തീയതി നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം കലാപ കലുഷിതമാക്കണം, അവിടെ വന്നിരിക്കുന്ന പ്രചരണ മെറ്റീരിയൽസ് മുഴുവൻ തകർക്കണം. ഇന്ന് നിരവധി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ ലൈവ് കണ്ടു, ആ പ്രചരണ മെറ്റീരിയൽസ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവകേരള സദസ്സിനെ കുറിച്ച് അവസാന ദിവസങ്ങളിൽ ചർച്ചയാകാതെ ഇരിക്കാനും അക്രമത്തിന്റെ വേദിയിലേക്ക് ഇതിനെ മാറ്റുവാനും അതുപോലെ നിശ്ചിതമായിട്ടുള്ള ആക്രമണ പരമ്പര അഴിച്ചുവിടാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസിന്റെ തന്ത്രം എന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 2 കാര്യം ഇവർ ഇതിലൂടെ ലക്ഷ്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്, ഇവിടെ KPCCയുടെ പ്രസിഡന്റ് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തെ പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അങ്ങനെ RSSകാരെ തിരികെ കയറ്റാൻ ഗവർണർ ശ്രമിക്കുമ്പോൾ, ചാൻസലർ ശ്രമിക്കുമ്പോൾ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ച് കേരളത്തിന്റെ മനസാക്ഷിയെ, സാധാരണക്കാരുടെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ആ ചോദ്യം മുഖ്യധാരയിൽ നിന്ന് മാറ്റണം. 2, വലിയ തരത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ലക്ഷക്കണക്കിന് കള്ളയോട്ട് ചെയ്ത, ഇപ്പോഴും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം, വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെ തേച്ചു മാറ്റി ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന്റേത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ന് നടന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇന്നലത്തെ സമീപനമൊക്കെ നമ്മൾ കാണുകയും അത് പറയുകയും ചെയ്തതാണ്. ഇന്ന് പോലീസിന്റേത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ
ഇന്ന് വെഞ്ഞാറമൂട്ടിൽ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനായി അങ്ങോട്ട് CPM സംഘം അങ്ങോട്ട് ചെല്ലുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. ഈ കരുതൽ തടങ്കലിൽ എന്തിനാണ് വെക്കുന്നത്? അവിടെ ചെന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അല്ല, അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ മുതൽ എന്തിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചെന്ന് ചാടുന്നത്? പ്രതിഷേധമാകാം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാകാം. ഇപ്പൊ SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമരം നടത്തി. ഞങ്ങൾ അവിടെ കവിത പാടി, അതുപോലെ കഥകൾ പറഞ്ഞു, അതുപോലെ പാട്ടുകൾ പാടി, വിപ്ലവഗാനം പാടി, കറുത്ത ബലൂണുകൾ ഉയർത്തി, കറുത്ത ബനിയനുകൾ ധരിച്ചു, മുദ്രാവാക്യങ്ങൾ വിരിച്ചു. അത് മുദ്രാവാക്യങ്ങൾ നന്നായി തന്നെ ഉറക്കെ ഉറക്കെ ചൊല്ലി. അതുപോലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമരങ്ങൾ അവിടെ നടത്തി. ആ സമരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നോ? പോലീസ് അവിടെ പിടിച്ചു മാറ്റാൻ വേണ്ടി ചില വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സാഹചര്യം അരുൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സമരം അവിടെ നിൽക്കട്ടെ, അത് താങ്കൾക്ക് അങ്ങനെ തന്നെ വിശദീകരിക്കാം, കുഴപ്പമില്ല. തലസ്ഥാനത്ത് നടന്ന സമരം എങ്ങനെയായിരുന്നു? തലസ്ഥാനത്ത് ഗവർണറുടെ വാഹനത്തിന് നേരെ ചീറിപ്പാഞ്ഞെടുക്കുന്ന പ്രവർത്തകർ, വാഹനത്തിൽ കരിങ്കൊടി കൊണ്ട് കുത്തുന്ന പ്രവർത്തകർ, വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന പ്രവർത്തകർ, ഇതും കണ്ടതാണ്. ആ സമരത്തെ തള്ളുന്നുണ്ടോ? അവിടെ ഞാൻ പറയാം, ഇസഡ് കാറ്റഗറിയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമുണ്ടായാൽ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുന്നതിന് മുന്നത്തെ കാര്യമാണ് ചോദിച്ചത് അരുൺ. പുറത്തിറങ്ങിയത് പിന്നീടാണല്ലോ. എന്നാ എന്നെ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹം ഇറങ്ങിയത് വേറെ കാര്യം. അത് അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഞാൻ ചോദിച്ചത് അവിടെ SFI പ്രവർത്തകർ ചെയ്തത് ശരിയാണോ? അവിടെയും കറുത്ത തൂവാല ഉയർത്തി സമാധാനപരമായിട്ടുള്ള സമരം തന്നെയാണ് SFI നടത്തിയത്. ആ വാഹനത്തിന് ഇത്ര രൂപയുടെ കേടുപാടുണ്ടായി എന്ന് പറഞ്ഞ് രാജ്ഭവനിൽ നിന്ന് പരാതി എഴുതി കൊടുത്തപ്പോൾ അതങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ആ വാഹനത്തിന് ഒരു പരിക്കുമില്ല. അരുൺ, നമ്മൾ കണ്ട ദൃശ്യങ്ങളുണ്ടല്ലോ, വാഹനത്തിലേക്ക് ഈ കരിങ്കൊടി കൊണ്ട് കുത്തുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഗവർണറോട് ഈ രൂപത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഗവർണറോട് പ്രതിഷേധിക്കുകയൊക്കെ വേണം. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് അത് അപായപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറയാൻ പാകത്തിൽ ആ സമരം നടത്താമായിരുന്നോ? അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, അവിടെ ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി, ചാൻസലർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ SFI നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം, ആ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ 3 കേന്ദ്രങ്ങളിൽ കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വാഹനം നിർത്തി അതിൽ നിന്ന് ചാടിയിറങ്ങി എന്ന് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, തത്സമയം കണ്ടതല്ലേ അരുൺ? ചില ദൃശ്യങ്ങൾ മാത്രം എന്താണ് ഈ മറന്നു പോകുന്നത്? ഇല്ല, വാഹനം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ചുറ്റുമാണ് SFI-ക്കാർ അന്ന് മുദ്രാവാക്യം വെച്ച് നമ്മൾ കണ്ടത്. അല്ലാതെ ഓടിച്ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് SFI-ക്കാർ എടുത്തു ചാടുന്ന വീഡിയോ ഒന്നും ഒരു ദൃശ്യവും നമ്മളായിട്ട് ചാടിയത് ഇല്ല. അരുൺ, അങ്ങനെ പറയരുത്. വാഹനത്തിന്റെ ഗ്ലാസിൽ കരിങ്കൊടി കൊണ്ട് കുത്തുന്നത് ശരിയാണോ അരുൺ? അത് പറയൂ. എനിക്ക് ഈ സമരമാർഗങ്ങളിലെ വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. കാറ്റഗറിയിലുള്ളയാൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ സമരത്തിലെ വിഷയമേ അല്ല, വിഷയം വ്യത്യസ്തമാണ്, അതിൽ തർക്കവുമില്ല. ഗവർണറോടുള്ള സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒരു തർക്കവുമില്ല. ഞാൻ ചോദിച്ച സമരമാർഗത്തെ കുറിച്ചാണ്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ വളരെ വളരെ നല്ല രീതിയിലുള്ള സമരവും, അപ്പുറത്ത് അത് ചെയ്യുമ്പോൾ ആത്മഹത്യാ ശ്രമവും ആകുന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് കുട്ടികൾ അണിനിരന്ന് നടന്ന സമരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ വഴി തടയാമായിരുന്നില്ലേ? അതുപോലെ രാത്രി കാലങ്ങളിൽ അദ്ദേഹം ഇറങ്ങി നടന്നപ്പോൾ ആക്രമിക്കാമായിരുന്നില്ലേ? അത്തരത്തിലൊന്നും ഒരു ആക്രമണത്തിന്റെ പാതയിലേക്ക് തലസ്ഥാനത്തെ പ്രതിഷേധമാണല്ലോ ചോദിക്കുന്നത്. അല്ലെ, ഈ തലസ്ഥാനത്തെ പ്രതിഷേധം, അതിൽ വെല്ലുവിളിച്ചാണല്ലോ അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അപായപ്പെടുത്തുവാനോ? അതെ, സംസ്ഥാനത്തെ പ്രതിഷേധമായാലും അദ്ദേഹത്തെ ആക്രമിക്കാനോ അപായപ്പെടുത്തുവാനോ SFI ഒരു തരത്തിലും തീരുമാനിച്ചിരുന്നില്ല. അപ്പോൾ KSU കരിങ്കൊടി കാണിക്കുമ്പോൾ അപായപ്പെടുത്താനും ആത്മഹത്യാ ശ്രമവുമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് ഏത് രൂപത്തിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ടല്ലോ, ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് മുട്ടയുടെ ഷേപ്പും അതുപോലെ തന്നെ മുളകുപൊടി നിറച്ച മുട്ടയും ഗോലിയും എല്ലാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. ഇത് ഏത് സമരത്തിലാണ് മുളകുപൊടി നിറച്ച മുട്ടയും ഗോലിയും? ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ നടത്തിയ സമരത്തിൽ എന്തായിരുന്നു? ഇല്ല, ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാതിരിക്കൂ. ആ വിഷ്വൽ ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ കാലിന് പരിക്കേറ്റ KSU പ്രവർത്തകനെയും കാലിന് പരിക്കേറ്റ KSU പ്രവർത്തകയെയും തലയ്ക്ക് പരിക്കേറ്റ KSU പ്രവർത്തകനെയും കൂടി കാണുന്നുണ്ട്. രണ്ടും കൂടി ചേർത്ത് പറയൂ അരുൺ.
അല്ല കാണുന്നുണ്ടല്ലോ, ഇന്നലെ ഇപ്പൊ വനിതാ പ്രവർത്തക പറഞ്ഞു പുരുഷ പോലീസ് ഡ്രസ്സ് വലിച്ചു കീറി. KPCCയുടെ പ്രസിഡന്റ് വലിയ ഒച്ചത്തിൽ പറഞ്ഞു ആ പുരുഷ പോലീസിനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം. ഇന്നലെയും ഞാനാണ് ചർച്ച ചെയ്തത്. ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചില്ല, അങ്ങനെ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചില്ലല്ലോ. അവർ പറയട്ടെ, അവരുടെ ആരോപണമാണ്. ആ ആരോപണം നമ്മൾ ഏറ്റെടുക്കില്ലല്ലോ. ദൃശ്യങ്ങൾ സാക്ഷിയാണല്ലോ. ദൃശ്യങ്ങൾ എന്തായിരുന്നു? വനിതാ പോലീസാണ് ചെയ്യുന്നത്. വനിതാ പോലീസ് ആയാലും വസ്ത്രം വലിച്ചു കീറണമെന്നൊന്നും ഇല്ലല്ലോ. അതെ, ഇല്ല അതൊക്കെ ബൽപ്പിടുത്തത്തിന്റെ ഭാഗമായി യുദ്ധം ശരിക്കും സമരമുഖത്ത് പലതും സംഭവിക്കും. നമ്മളൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതിനെ ആത്മഹത്യാ ശ്രമമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കും അരുൺ? അതെങ്ങനെയാ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഈ അരാഷ്ട്രീയ വാദം നിങ്ങൾക്ക് ജനാധിപത്യം? അല്ല, നിങ്ങൾ അതിനെ അങ്ങനെ കാണണ്ട. കാലിക്കറ്റ് സർവകലാശാലയിൽ ഞങ്ങൾ നടത്തിയ സമരവും തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തിയ സമരവും അത് ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് ദൂരവ്യാപകമായിട്ടുള്ള ഫലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എവിടെ നിന്നാണ് ഈ ചാൻസലർക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പത്രക്കാരടക്കം ചോദിച്ചല്ലോ, നിങ്ങളടക്കം ചോദിച്ചല്ലോ. എന്തായിരുന്നു മറുപടി? ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നാ മറുപടി പറഞ്ഞത്. അപ്പൊ പിന്നെ പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയുമോ? ആ പ്രതിഷേധം ശക്തമായി തുടരും. അത് ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെയായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, രണ്ട് സമരങ്ങളെ രണ്ടായി കാണുന്നത് എങ്ങനെയാണ്? സമര രീതികളെ രണ്ടായി കാണുന്നത് എങ്ങനെയാണ്? ഒരിടത്ത് സമരം ചെയ്യുമ്പോൾ അത് ശരിയും മറ്റിടത്ത് അത് വലിയ പാതകമാവുന്ന എങ്ങനെയാണ്? ഇങ്ങനെയൊരു വാദം എങ്ങനെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഉന്നയിക്കാനാവുക എന്നുള്ള സംശയമാണ് വരുന്നത്. മുഖ്യമന്ത്രിയും സമരങ്ങളിലൂടെ വന്ന നായകനാണല്ലോ. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എന്ന വാദം, ആ വാക്ക് ഇന്നും ആവർത്തിക്കുകയും അത് തുടരണമെന്ന് പറയുകയും ചെയ്യുകയാണ്. ഗൺമാന് ഇല്ലാത്ത അധികാരമുണ്ടെന്ന് വ്യാഖ്യാനിക്കുകയാണ്. ആ ഗൺമാനെതിരെ ഇപ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോടതിയിലേക്ക് പോവുകയാണ്. അവിടെ പോയാൽ ഗൺമാന്റെ അധികാരം എന്താണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഉത്തരവ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. കാരണം പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. ഗൺമാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നിയമലംഘനമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അരുൺ കഴിഞ്ഞ ചർച്ചയിലും പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗൺമാൻ അങ്ങനെ നേരിട്ട് കയറി ആക്രമിക്കാൻ എന്ത് അധികാരമാണുള്ളത് അരുൺ? ഗവൺമെന്റ് ചുമതല എന്ന് പറഞ്ഞാൽ അംഗരക്ഷകനാണല്ലോ. കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി, അദ്ദേഹം അംഗരക്ഷകൻ ചെയ്ത വാഹനം അറ്റാക്ക് ചെയ്യുകയല്ല, പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടാകണം. ഒപ്പമായിരുന്നില്ല, വേറൊരു വാഹനത്തിലായിരുന്നു. ചാടി കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യാൻ ഒരു അധികാരവും ഗൺമാൻ ഇല്ല. താങ്കൾ ബ്ലൂ ബുക്കോ യെല്ലോ ബുക്കോ എന്താണെന്ന് വെച്ചാൽ പരിശോധിക്കൂ. അല്ല, അന്ന് തന്നെ അല്ല, ഞാൻ ആവശ്യത്തിന് പരിശോധിച്ച് ബുക്കുള്ള ഓഫീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും പ്രോട്ടോകോൾ അല്ല, അതെ, സ്മൃതിയാണല്ലോ ചർച്ചയിൽ ആ പോയിന്റ്. അതെ, ഞാൻ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 4 ദിവസമായി ചർച്ച നയിച്ചിട്ടും നിങ്ങള്, അതെ ഞാൻ പറയട്ടെ, 4 ദിവസമായി ചർച്ച നയിച്ചിട്ടും നിങ്ങളുടെ എഡിറ്റേഴ്സ് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടും അങ്ങക്ക് നിയമലംഘനം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് വകുപ്പാണ് CRPCയുടെ പവർ മാത്രമാണ് ഈ ഗൺമാൻ ഉള്ളത് അരുൺ. CRPC പവർ മാത്രമാണ് ഈ ഗൺമാൻ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ആർക്കാണ്? SPGക്കാണ്. ഇപ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ അവർക്ക് പോലും അധികാരമില്ല. പ്രൊട്ടക്ട് ചെയ്യുക മാത്രമാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ദൃശ്യങ്ങളല്ലേ നമ്മൾ കണ്ടത്, അല്ലേ? 2 തവണയും ഒരു ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിക്കുന്നതും കണ്ടു. KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ വാചകവും അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാവും. KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞ വാചകവും അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഗൺമാന് തോക്ക് കൊടുത്തത് കാക്കയെ വെടിവെക്കാനല്ലെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റാണ് കേരളം ഭരിക്കുന്നത്. നൽപ്പാടി മാസുവിനെ വെടിവെച്ചു കൊന്ന കേസിൽ അദ്ദേഹം ഞാൻ ഇപ്പോൾ നടന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. KPCC പ്രസിഡന്റ് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞതിനെ സംരക്ഷിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിനോടാണ് ചോദിക്കുന്നത് അരുൺ. KPCC പ്രസിഡന്റ് പറയുന്ന ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വിഡിത്തം പറഞ്ഞിരുന്നല്ലോ, അത് പിന്നീട് മാറ്റി പറഞ്ഞല്ലോ. അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗൺമാൻ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിയമലംഘനത്തെ അത് ശരിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഓരോ വാർത്താ സമ്മേളനത്തിലും. എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ്? ഇവിടെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിന് ആരും എതിരല്ല. എത്ര വേണമെങ്കിലും പ്രതിഷേധിച്ചോട്ടെ, ധർണയോ പ്രകടനമോ അതുപോലെ കരിങ്കൊടി കാണിക്കലോ ഒക്കെ നടന്നോട്ടെ. പക്ഷെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അപകടമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ വന്നാൽ പോലീസ് ഇടപെടും, ഗവൺമാൻമാർ ഇടപെടും, ആ സുരക്ഷാ സേന കോടതിയിൽ പോട്ടെ, കോടതി പറയുമല്ലോ. ശ്രീ എൻ ശ്രീകുമാർ, ഞങ്ങളുടെ സമരം മഹത്തരം, നിങ്ങളുടെ സമരം നിയമവിരുദ്ധം, അല്ലെങ്കിൽ
അത് നിയമത്തെ വെല്ലുവിളിക്കുന്നു, സർക്കാരിനെ വെല്ലുവിളിക്കുന്നു, ഒരു കാരണവുമില്ലാത്ത സമരം. എന്താണ്? നിങ്ങൾക്കൊരു മുദ്രാവാക്യം പോലുമില്ലല്ലോ എന്നാണ് ആവർത്തിച്ച CPM ചോദിക്കുന്നത്. മുദ്രാവാക്യമില്ലാതെ നവകേരള സദസ്സിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന സമരം അതിപ്പോൾ വിജയിച്ച് തലസ്ഥാനത്തെത്തുമ്പോൾ വീണ്ടും അവിടെ വലിയ പ്രതിഷേധവും അക്രമവും അഴിച്ചുവിടുകയാണ് പ്രതിപക്ഷം. സ്മൃതി, CPM സംസ്ഥാന കമ്മിറ്റി ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചാൽ അവർ അവലോകന യോഗം നടത്തും. ആ അവലോകന യോഗത്തിൻ്റെ അന്തിമ ഫലം നമുക്കിപ്പോൾ ആലോചിച്ചാൽ അറിയാം. അരിശം വന്നാൽ അവിവേകം എന്നൊരു ചൊല്ലുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു, തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. അവിടെ ഇപ്പോൾ നവകേരള സദസ്സാണോ അതോ യൂത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സമരമാണോ ചർച്ച ചെയ്യപ്പെടുന്നത്? അവിടെ കയ്യടി നേരുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കയ്യടി നേടിക്കൊടുക്കാൻ വേണ്ടിയാണോ ഈ 30 ദിവസവും ഈ ബസ്സിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്തത്? നമ്മളൊരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ അത് ജനകീയ പരിപാടിയാണെങ്കിൽ ജനങ്ങൾക്കാണ് എന്ന തോന്നൽ ആദ്യം ഉണ്ടാകണം. അതല്ല, അത് പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ന തോന്നലുണ്ടാകണം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആണെങ്കിൽ ആ 2 ഗൺമാന്മാരെയും ഈ യാത്ര കഴിയുന്നവരെ മാറ്റി നിർത്തണമായിരുന്നു. സാധാരണഗതിയിൽ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ കഴിയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഗൺമാൻ ഇറങ്ങി പുറത്ത് തല്ലുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പിന്നെ ആലോചിക്കട്ടെ, പഠിക്കട്ടെ, തീരുമാനിക്കട്ടെ. പക്ഷേ അയാളാണ് ഇതിൻ്റെ ഒരു കുഴപ്പക്കാരനെന്ന് ഒരു പ്രതിപക്ഷം ആരോപിച്ചാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താം. അതിന് പകരം വേറൊരു ഗൺമാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, കടയ്ക്കൽ വന്നാൽ കാണാമെന്ന്. അത് കടയ്ക്കലോ കൊല്ലത്തോ അവർ കണ്ടു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു പരാജയം സംഭവിക്കുന്നത് CPM കേരളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ അന്ന് അവർ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. ഇതൊരു രക്ഷപ്പെടാനുള്ളൊരു നൂലാണിത്. എന്താണ് ആ നൂല്? ഞാൻ കണ്ടത്, മുഖ്യമന്ത്രി എന്താ കണ്ടത് നമുക്കറിയാൻ വയ്യ. ഞാൻ കണ്ടത് വെച്ച് രക്ഷാപ്രവർത്തനമാണ്. അപ്പോൾ ഇന്ന് DYFIക്കാർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറി ചെന്നു. അവിടെ തെല്ലി വണ്ടിപ്പെരിയാറിൽ പോലീസുകാർക്കൊപ്പം DYFI പ്രവർത്തനം നടത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? DYFI പ്രവർത്തകർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ സപ്പോർട്ടുണ്ട് യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ. അപ്പോൾ ജനം എന്ത് കരുതി? ജനം കരുതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രതിപക്ഷം ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുമോ, അവർക്കൊന്ന് ഉഷാറായിക്കൂടെ എന്നൊരു തോന്നൽ വന്നു. ആ തോന്നൽ എപ്പോഴുണ്ടായി? നവകേരള യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച ശേഷം ജനത്തിൻ്റെ നാടിമിടിപ്പ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. കാരണം ഈ യാത്രയ്ക്കെതിരായി വന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ പ്രതിപക്ഷം കണ്ടു. അതിനിടയ്ക്ക് നടന്ന കലാലയ തെരഞ്ഞെടുപ്പിൽ KSUവിനുണ്ടായ മുന്നേറ്റം KSUക്കാർ കണ്ടു. DYFIക്കാർ ഇക്കാലയളവിൽ ഈ യാത്ര കൊണ്ട് അവർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്നും ഉള്ള ആവേശവും ഊർജ്ജവും യൂത്ത് കോൺഗ്രസ് ഉൾക്കൊണ്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു? ജാഥ സമാപിക്കുന്ന ദിവസങ്ങളിൽ ഇനി ജാഥയല്ല ചർച്ചയാകേണ്ടത്, ഞങ്ങളാണ് ചർച്ചയാകേണ്ടത് തീരുമാനിച്ചു. അവിടെയാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞ ശോഭ കെട്ടുപോയത്. പ്രതിപക്ഷം കെടുത്തിയതല്ല, സ്വയം കെടുത്തിയതാണ്. എങ്ങനെയാ സ്വയം കെടുത്തിയത്? പക്ഷേ ശ്രീകുമാർ, ഇപ്പോൾ കല്യാശ്ശേരി തൊട്ട് ഇപ്പോൾ ആലപ്പുഴ വരെ എത്തുമ്പോൾ, കൊല്ലം വരെ എത്തുമ്പോൾ അടികൊണ്ട് എത്തിയത് യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും അനങ്ങിയില്ല, കോൺഗ്രസ് നേതൃത്വമേ അനങ്ങിയില്ല. ഹൈക്കമാൻഡ് പറയേണ്ടി വന്നു, K. മുരളീധരൻ പരസ്യമായി പറയേണ്ടി വന്നു, ആക്ഷൻ ഇല്ല, ഈ പ്രസ്താവന മാത്രമേ ഉള്ളൂ എന്ന്. അതിനുശേഷമാണ് ആക്ഷൻ തുടങ്ങിയത് അവസാനിക്കാറാകുമ്പോൾ. അല്ല, അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ തല്ലിന് തിരിച്ചു തല്ല എന്നുള്ള ഒരു സമീപനം തിരിച്ചു തല്ലണ്ടല്ലോ, തെരുവിലിറങ്ങിയാൽ മതിയല്ലോ, തല്ലുകയല്ലല്ലോ, തെരുവിലിറങ്ങണമായിരുന്നു. ഇപ്പോൾ എന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ നവകേരള സദസ് അവസാനിക്കുമ്പോഴല്ലോ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കേണ്ടത്. എല്ലാത്തിനും ഓരോ ഘട്ടമുണ്ട്, അത് മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ എടുത്തിയാടിയിട്ട് എളിപ്പിയരാകാൻ പാടില്ല. എല്ലാത്തിനും ഒരു ഘട്ടമുണ്ട്. ജനങ്ങൾ എന്താണ് ഈ സമരത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഈ യാത്രയെ വിലയിരുത്തുന്നത് അത് UDF നോക്കി കണ്ടിട്ടുണ്ട്. അത് സ്മൃതിയത്തെ രാഷ്ട്രീയം മനസ്സിലാക്കും. നമ്മളിവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അടികൊണ്ട് തിരിച്ചടിച്ചൊന്നും അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ വശം വളരെ ഒരു എന്താ പറയുക, വളരെ രസകരമായ രാഷ്ട്രീയ വശം ഇതിലുണ്ട്. ഈ രാഷ്ട്രീയ വശം ചെന്നെത്തുന്നത് CPMലെ ഭിന്നതയിലേക്ക് കൂടിയാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ന് നമ്മൾ ഈ അടിയും പിടിയും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പാർട്ടി ഇട്ട ഒരു നയം, ഒരു ഗവൺമെൻറ്റിന് വേണ്ടി ഒരു പാർട്ടി കൈക്കൊണ്ട ഒരു നയം പരാജയപ്പെടുകയാണ്.
ആ പരാജയപ്പെടുന്ന ഇന്നത്തെ CPM-ൻ്റെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ലേഖനം തുടങ്ങുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലൂടെ സംവദിച്ചുകൊണ്ട് എവിടെ സംവദിച്ചു അതിന് ചോദ്യം നാളെ വരില്ലേ? സംവദിക്കുക വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പരസ്പര ആശയവിനിമയം നടത്തുക, പരാതി കേൾക്കുക എന്നാണല്ലോ. ഇതൊരു റേഡിയോ പോലാണല്ലോ നടന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം മാഷൊരു കുത്തിയതാണോ അതെനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ യാത്രക്കിടയിലല്ലേ ഈ ഗവർണർക്കെതിരായ പ്രശ്നം വന്നത്? അപ്പോൾ സുധാകരൻ അക്കാഡമിക് പരമായ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ശ്രീ കെ സുധാകരൻ പറഞ്ഞപ്പോൾ അത് BJP അനുകൂലമാക്കി. ഈ അക്കാഡമിക് പരമായ പ്രതികരണം മാത്രമല്ല, RSSുമായി ബന്ധപ്പെട്ട കെ സുധാകരൻ തുടർച്ചയായി നടത്തിയ പല ഘട്ടങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അത് പറഞ്ഞാൽ പ്രതിരോധത്തിലാകും. അല്ല, അത് ഞാൻ പറയാം, അത് തെറ്റൊന്നുമില്ല, ഞാൻ പറയാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഇന്നത്തെ കാര്യം മാത്രം എടുക്കുന്നു. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ഷംസീർ എന്ന് ഞാൻ ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് എന്ത്, പരിണിതപ്രജ്ഞനായ ഗവർണർ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നേരെ തിരിച്ച്. അപ്പോൾ ഷംസീർ പറഞ്ഞ എന്താ, BJP അനുകൂലം സംഘപരിവാർ അനുകൂലം ആവില്ലേ? അതെന്താ സ്മൃതി ആരും ചർച്ചയാക്കാതിരുന്നത്? പരിണിതപ്രജ്ഞനായ ഒരു ഗവർണർ എന്ന് ഗവർണറെ പുകഴ്ത്തിയത് ഷംസീർ. അത് നിങ്ങൾക്ക് ചർച്ച വേണ്ട. അത് BJP അനുകൂലമല്ല, അത് സംഘപരിവാർ അനുകൂലമല്ല. അല്ല, ഒരു മിനിറ്റ് അരുൺകുമാറെ, നമ്മൾ വളരെ സൗഹാർദ്ദ രീതിയിൽ പോവാം. ഞാൻ അങ്ങനെയാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഷംസീർ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചർച്ചയില്ല. കാരണം ഗവർണർ പരിണിതപ്രജ്ഞനാണെന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂലമായിട്ട് നമ്മൾ കാണുന്നില്ല. ശരി, അതവിടെ നിൽക്കട്ടെ. അതിന് മറുപടി പറഞ്ഞല്ലോ. ആരാ മറുപടി പറഞ്ഞത്? മുഖ്യമന്ത്രിയല്ല, കണ്ണൂരിൽ നിന്നുള്ള CPM നേതാക്കളുമല്ല. മറുപടി പറഞ്ഞത് തിരുവിതാംകൂർ CPM ലോബിയിൽപ്പെട്ട ശിവൻകുട്ടിയാണ്. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കണം സ്മൃതി, ഈ പാർട്ടി ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി എന്താണ്? ഗോവിന്ദ മാഷ് 2-3 ദിവസം മുമ്പ്, 5 ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. എന്താണ് ആ പ്രസ്താവന? നവകേരള സദസ്സ് സർക്കാർ പരിപാടിയല്ലേ? അതെ. അപ്പോൾ CPM-കാരെ അവിടെ അക്രമം നടത്തി സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ? ഇല്ല. CPM നടത്താൻ പാടില്ല, അതവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ഇന്നടക്കം ആക്രമിച്ചു. അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് വില അവിടെ മുഖ്യമന്ത്രിക്കാണ് വില, പാർട്ടി സെക്രട്ടറിക്കല്ല. മുഖ്യമന്ത്രിയുടെ വില എന്താണ്? മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ്. ഈ രക്ഷാപ്രവർത്തനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചർച്ചയായി നിലനിൽക്കില്ലേ സ്മൃതി? കാരണം ഒരു ജനപ്രിയനായ മുഖ്യമന്ത്രി ആകണമെങ്കിൽ, ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആവണമെങ്കിൽ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണ്ടേ? സമരം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എനിക്കെതിരെ വേണ്ട എന്ന് പറയുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ എന്ത് ധരിച്ചെന്നറിയാമോ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ പ്രതിപക്ഷത്തിന് ഉഷാറ് കുറവാണ് എന്നൊക്കെ ചർച്ച വന്നപ്പോഴാണ് നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം. കെ മുരളീധരൻ പറഞ്ഞു, ഇങ്ങനെ പ്രസ്താവന ഇറക്കിയാൽ പോരാ. ശരിയാണെന്ന് തോന്നി. കാരണം ജാഥ അവസാനിക്കാറായി. കൂട്ടപ്പൊരിച്ചിലെന്ന് പറയും, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടെ. കൂട്ടപ്പൊരിച്ചിൽ എന്താ അറിയാമോ? കത്തി വന്നിട്ട് പിന്നൊരു പൊരിച്ചിലാണ് അവസാനം. അതിലെല്ലാം തകർന്ന് വീഴും. അതിലെ നോക്കി നിൽക്കുന്നവർ കരിവാളിക്കും, അവരെല്ലാവരും കരിവാളിക്കും. അങ്ങനെ കരിവാളിച്ച മുഖങ്ങളായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറിയിരിക്കുന്നു. സമാന്തരമായി വിചാരണ സദസ്സ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് തുടങ്ങിയിരുന്നു. പക്ഷെ എപ്പോഴാണ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല. അത് ഇന്നലെ അടക്കം നടന്നല്ലോ വിചാരണ സദസ്സ്. അതായത് UDF-ന്റെ ഇന്നലെ നമ്മൾ ചർച്ചയാവാത്ത എന്താ വെച്ചാൽ പൂർത്തിയായിക്കോളൂ. പ്ലീസ്. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടെ അതെ, അരുൺകുമാർ ഒന്ന് എന്നോട് സഹകരിക്കൂ. അതായത് ഞാൻ പറയുന്നത്, ഈ നവകേരള സദസ്സിൻ്റെ നവകേരള സദസ്സിനെതിരായിട്ടുള്ള കുറ്റവിചാരണ സദസ്സ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇന്നലെയും നടന്നു, ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ അതിന് വാർത്താ പ്രാധാന്യം കിട്ടാത്തത് അതൊരു ചോക്ലേറ്റ് ബസ്സിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിക്കൊണ്ടു പോകുന്നതല്ല. സ്മൃതി, ഒരു കാര്യം ആലോചിക്കൂ. നാളെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് 23-ാം തീയതി. ഈ നവകേരള സദസ്സിൻ്റെ ഈ യാത്രയുടെ അന്തിമ ഫലം എന്താണ്? എത്ര പരാതി കേട്ടു, എത്ര പരാതി പരിഹരിച്ചു, എന്താണ് നിങ്ങളുടെ അന്തിമ ഫലം? മുഖ്യമന്ത്രി എന്താ പറയുക? 4 യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി, ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി, ഇതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാത് വേറെ എന്ത് ഉത്തരം? സ്മൃതി ആലോചിച്ച് നോക്ക്. അവിടെയാണ് കയ്യടി. ശരി, ശ്രീ MN കാരശ്ശേരി, അതായത് കയ്യടി പ്രതിപക്ഷത്തിനാണ് കിട്ടിയത്. നവകേരള സദസ്സ് മുന്നേറുന്നു, അതിപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു. നവകേരള സദസ്സ് വലിയ വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുകയാണ്. അപ്പുറത്ത് പ്രതിപക്ഷം ഒരു പരാജയമാണ്.
എന്ന വിലയിരുത്തലാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് എന്നുകൂടി സർക്കാർ പറയുന്നു. ഇത് രണ്ടും കാണുന്നുണ്ട്. തെരുവിൽ എന്താണ് നടക്കുന്നതെന്നും താങ്കൾ കാണുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? സ്മൃതി, ഞാൻ വളരെ വിഷമത്തിലാണ്, വളരെ ലജ്ജിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയധികം വെറുപ്പും അക്രമവും ഓർവിളികളും നിറഞ്ഞ ഒന്നാണ് എന്നാണ് പായത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടെലിവിഷനാണെങ്കിലും ദിനപത്രങ്ങളാണെങ്കിലും നവമാധ്യമങ്ങളാണെങ്കിലും ഒക്കെ ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാന ഗവർണർ, ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ്, ആർക്കും ആശയത്തിൻ്റെ ഒരു കാര്യവും പറയാനില്ല, ആയുധത്തിൻ്റെ കാര്യം മാത്രമാണ് പറയാനുള്ളത്. പ്രതിഷേധിക്കണം. അപ്പോൾ നിലവിട്ട് പെരുമാറി നമ്മുടെ ഗവർണർ എന്നുള്ളത് സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനെതിരായിട്ട് പ്രതിഷേധം വേണം, യാതൊരു സംശയമില്ല, അതൊക്കെ ആളുകൾക്ക് അവകാശമുള്ളതാണ്. പക്ഷേ അതിനുപയോഗിക്കുന്ന ഭാഷ, മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ ബാനർ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ, എന്തായാലും പറഞ്ഞത് മുസോളിനി, ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CP തോറ്റു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മുസോളിനിയെ ജനങ്ങൾ തല്ലിക്കൊന്നു, ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി കഴിച്ചിലായതാണ് സർ CP. അപ്പോൾ അതിൻ്റെ ഭാഷയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പിന്നെ അദ്ദേഹം ഗവർണർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം SFI നേതാക്കളോട് പോർവിളി നടത്തുന്നു. നമ്മുടെ ഗവർണറാണിത്. ഇതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് എനിക്ക് പറയാൻ വളരെ വിഷമമുണ്ട്. ജനങ്ങളോട് ഇത്രയും പുച്ഛമുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഭരിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ DYFIക്കാരും ആക്രമിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ആവർത്തിച്ച് പറയണമെങ്കിൽ ജനങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് എത്ര പുച്ഛം വേണം? ആലോചിച്ച് നോക്കുക, എന്തൊരു കളവാണ് അദ്ദേഹം പറയുന്നത്. LP UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വെയിൽ കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർ വെയിലത്തല്ല, ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും എൻ്റെ കൺമുമ്പിലാണ്. ഗൺമാനെ പറ്റിയുള്ള ചോദ്യത്തിന് ഒരിക്കലും അദ്ദേഹം മൈക്ക് ഓഫ് ആക്കിയിട്ട് എണീറ്റ് പോവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായി പെരുമാറുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടിച്ചു, അതിപ്പോൾ നടന്ന കാര്യം, നമ്മൾ കൺമുമ്പിൽ കണ്ട കാര്യം പിന്നെ വിശദീകരിക്കും വ്യാഖ്യാനിക്കും വേണ്ടല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് പ്രതിപക്ഷത്തിന് കൃത്യമായി മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം വെച്ചാൽ, ഈ പോർവിളി തിരിച്ചും നടത്തുക, തിരിച്ചും ആക്രമിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണോ? ഇതിപ്പോൾ തെരുവിൽ യുദ്ധം ചെയ്തിട്ടാണോ നമ്മൾ ആരാണ് മേലെ, ആരാണ് ശരി, ഏതാണ് ധർമ്മം, ഏതാണ് പുണ്യം, ഏതാണ് ശരി എന്നൊക്കെ തീരുമാനിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇത് രാജാധിപത്യത്തിൻ്റെ കാലത്താണെങ്കിൽ സൈനികർ നമ്മൾ യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്ന ആൾ ശരി, അതാണ് ധർമ്മം എന്ന് വരും. അപ്പോൾ വളരെ കഷ്ടമാണ്. എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടതെന്ന് KPCC പ്രസിഡന്റിന് തിരിയുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഗവർണറെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അങ്ങേയറ്റം അന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ തരത്തിൽ ഒരു RSSൻ്റെ അജണ്ട ഒളിച്ചു കടത്തുന്ന ഒരു പണിക്ക് സംസ്ഥാന ഗവർണർ നിൽക്കാൻ പാടില്ല. അദ്ദേഹം ചാൻസലർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ അധികാരം ദുരുപയോഗം ചെയ്ത ഒരാളാണ്. അതിനെ പ്രതിഷേധിക്കണം. അതിൻ്റെ ഒരു അന്തസ്സ് വേണം. ജനാധിപത്യത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിന് അതിൻ്റെ മാന്യതയും അന്തസ്സും, അതിന് പറ്റിയ ഭാഷയും, അതിന് പറ്റിയ ശരീരഭാഷയും, അതിന് പറ്റിയ ആംഗ്യങ്ങളും ചേഷ്ടകളെ പാടുള്ളൂ. എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ ഏറ്റവും ഉത്തരവാദിത്തം ആർക്കാന്ന് ചോദിച്ചാൽ എൻ്റെ കണക്കിന് അത് CPMനാണ്. കാരണം അവരാണ് ഈ നാട് ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ അക്രമമില്ലാതെ, ഹിംസയില്ലാതെ, വെറുപ്പില്ലാതെ ബഹുജനങ്ങളെയും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നവകേരള സദസ്സ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നാണ്. എനിക്കതിൻ്റെ തമാശ മനസ്സിലായിട്ടില്ല. ഒരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് 10 അടി നടക്കാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെ ആവുകയില്ല എന്നുകൊണ്ട് അവിടുത്തെ മതിൽ പൊളിക്കുന്നു. ഒരു സ്ഥലത്തൊന്നുമല്ല, സ്കൂളിൻ്റെ മതിൽ പൊളിക്കുന്നു, അതിന് എതിർപ്പുണ്ടാവുന്നു, അതിന് പരിഹാരം ഉണ്ടാവുന്നു, അത് കോടതിയിൽ പോകുന്നു. എന്തൊരു സ്ഥിതിയാണ്!
അനങ്ങിയ കോടതി പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല എന്ന് ഹെഡ്മാഷന്മാർ പറയുന്നു, അതിന് കോടതി പോകുന്നു. മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വൃദ്ധയ്ക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, അവർ കോടതി പോകുന്നു. കോടതിയാണോ ഈ നാട് ഭരിക്കുന്നത്? എല്ലാ കാര്യത്തിനും കോടതി പോവുക, എന്നിട്ട് പരസ്പരം നമ്മൾ തർക്കിക്കുകയും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വളരെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നവകേരള സദസ്സ് ഒരു ഐക്യമുണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദം വളർത്താനും ആണ് തുടങ്ങിയത് എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ ഈ കരിങ്കൊടി സമരം എങ്ങനെ നടത്തണം എന്നതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടോ? കാരണം പുതിയ ചില വ്യാഖ്യാനങ്ങളൊക്കെ വരികയാണ്. കരിങ്കൊടി സമരം എന്നുള്ള പ്രത്യേക മുദ്രാവാക്യം നേരത്തെ തയ്യാറാക്കുകയും നാളെ ഇതാ ഞങ്ങൾ കരിങ്കൊടി സമരത്തിന് ഇറങ്ങുന്നു എന്ന അറിയിപ്പ് നൽകുകയും വേണം. ആ കരിങ്കൊടി സമരം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ വാഹനത്തിന് മുന്നിലേക്കാകരുത്, സൈഡിൽ നിന്ന് അരികിൽ നിന്ന് കാണിച്ചിട്ട് അങ്ങ് പോകണം. ഇതൊക്കെയാണ് ഇപ്പോൾ പുതുതായി പറഞ്ഞു കേൾക്കുന്നത്. അതേസമയം അവർ സമരം ചെയ്യുമ്പോൾ, ഭരണപക്ഷത്തിൽ നിന്നും സമരം ചെയ്യുന്ന സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ഈ നിയമം ഒന്നും ബാധകമല്ലതാണ്. ഇല്ല സ്മൃതി, ഒരു കരിങ്കൊടി കാണാനുള്ള ധൈര്യമില്ലാത്ത ആള്, അത് കാണാൻ ധൈര്യമില്ലാത്ത ഒരു മന്ത്രി എന്ത് മന്ത്രിയാണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ, എനിക്ക് ഓർമ്മയുള്ളൊരു പഴയ രംഗം ഞാൻ പറയാം. ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിൻ്റെ 2 ആഴ്ചക്കകം, ലാഹോറിലാണ് തൂക്കിക്കൊന്നത്, 2 ആഴ്ചക്കകം ഗാന്ധി അവിടെ സംസാരിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ഗാന്ധിയെ പറ്റി അന്നൊരു ആരോപണമുണ്ട്. ഗാന്ധി ഇർവിൻ സന്ധിയിൽ ഭഗത് സിംഗിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഗാന്ധി ശ്രമിച്ചില്ല എന്ന്. അപ്പോൾ ഗാന്ധിക്ക് ബൊക്കെ കൊടുക്കുന്നത് കറുത്ത പൂക്കൾ കൊണ്ടാണ്, ഗാന്ധിക്ക് മാലയിടുന്നത് കറുത്ത മാലയാണ്, അദ്ദേഹം വരുന്ന സ്ഥലങ്ങളൊക്കെ കറുത്ത കൊടി കെട്ടിയിരിക്കുകയാണ്. ഗാന്ധി അത് മുഴുവൻ വളരെ ഗാന്ധിയല്ലേ സംയമനത്തോടെ നേരിട്ടു. എന്നിട്ട് അദ്ദേഹം എന്താണ് താൻ ചെയ്തത് എന്നും എന്തുകൊണ്ടാണ് തനിക്ക് അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് എന്നും ഭഗത് സിംഗിനോട് തനിക്ക് അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനത്തോട് എത്ര ബഹുമാനമുണ്ട് എന്നും അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ വഴി ശരിയല്ല എന്നും പറഞ്ഞു. ജനങ്ങൾ ഭയങ്കരമായി പ്രതിഷേധിച്ചു, ഗാന്ധിയോടാണ്. അപ്പോൾ ആരോട് നമുക്ക് പ്രതിഷേധിക്കാമെന്നേ? അപ്പോൾ അതിന് നിങ്ങൾ പ്രതിഷേധത്തിന് മുൻകൂട്ടി നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എവിടുത്തെ രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം, ഒരു സമരം നടത്തണം? അപ്പോൾ അതിൽ ആയുധം എടുക്കരുതെന്ന് പറയാം, കറുത്ത കൊടി എടുക്കരുത്, കറുത്ത മാസ്ക് ധരിച്ചു വരരുത്, കറുത്ത കുപ്പായം ധരിച്ചു വരരുത് എന്നൊക്കെ പറയുന്നത് എന്തൊരു ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കറുത്ത നിറം കണ്ടാൽ? അപ്പോൾ എതിർപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറിയാൽ മതി. ജനങ്ങളുടെ എതിർപ്പല്ല വേണ്ടത് എങ്കിൽ അതിനനുസരിച്ച് പെരുമാറുക. അപ്പം അങ്ങനെ പെരുമാറിയ ഒരു മുഖ്യമന്ത്രി മരിച്ചുപോയി. ഇപ്പം അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന് ഈ ആളുകൾ വരുന്നതിനെ പറ്റി യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നവകേരള സദസ്സ് എന്തിനാണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോൾ സ്മൃതിയുടെ ചോദ്യത്തിലുണ്ടത്. അതായത് ആളുകളിൽ നിന്ന് പരാതി സ്വീകരിക്കാനോ അത് ചർച്ച ചെയ്യാനോ പരാതി പരിഹരിക്കാനോ അതിന് സംവിധാനം ഉണ്ടാക്കാനോ ഒന്നുമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങുക. അത് ഇറക്കാമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും തിരിയുന്നില്ല. രക്ഷാപ്രവർത്തനം ഇനി ആവർത്തിക്കുമ്പോൾ എന്തൊരു പുച്ഛമാണ് കേരളീയരോട് നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. എനിക്ക് നമ്മുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മുമ്പിൽ എന്ത് മാതൃകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നത്. പിന്നെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഇരുന്ന് ഈ വാർത്ത കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന അന്യ നാട്ടുകാർ നമ്മളെപ്പറ്റി എന്താണ് വിചാരിക്കുന്നത്, കേരളീയർ എന്ത് രാഷ്ട്രീയമാണ് നടത്തുന്നതെന്ന് അവർക്ക് വളരെ പുച്ഛം തോന്നും. എനിക്കതിനെപ്പറ്റി വളരെ സങ്കടമുണ്ട്. എനിക്കിതിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം ഈ തരത്തിൽ തരം കെടുന്നതിനെ പറ്റി, ജീർണിക്കുന്നതിനെ പറ്റി അങ്ങേയറ്റം വേദനയുള്ള ഒരാളാണ് ഞാൻ. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ അവസാനം കരിങ്കൊടി നടന്നിരിക്കുന്നത് വെമ്പായത്താണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു, അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് ഇവരെ തടയുന്നു. ചൂല്, കറുത്ത ബലൂൺ, കരിങ്കൊടി തുടങ്ങിയവയാണ് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ കാണിച്ചത്. അവിടെ തടയേണ്ടത് പോലീസല്ലേ? എങ്ങനെയാണ് അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ തടയാൻ വേണ്ടി എത്തുന്നത്? ഈ നിയമം കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ ഇവരെ തടയേണ്ട ബാധ്യത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കുമാണോ? അങ്ങനെ ഒരു ചുമതല പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ടോ? സഹസേനയാണോ പോലീസിനൊപ്പമുള്ള? സ്മൃതി അല്ല, ഇവിടെ ചില ചോദ്യങ്ങൾ സൃഷ്ടിച്ച് ചോദിച്ചു. അത് കാരശ്ശേരി മാഷിൽ നിന്ന് ഉദ്ദേശിച്ച ഉത്തരം കിട്ടാതെ വന്നപ്പോഴാണ് അവസാനം താങ്കൾ ചോദിച്ച ചോദ്യം.
അപ്പൊ ആ ചോദ്യത്തിന് കാരശ്ശേരി മാഷ് നേരത്തെ തന്നെ എല്ലാ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിനും താൻ ഉത്തരം ലക്ഷണം കിട്ടി. മൊത്തം ഒരു പിണറായി എല്ലാ ചോദ്യത്തിനും വിരുദ്ധനാണെന്നും ഉത്തരം കിട്ടി. തന്നെ ഈ ചർച്ചകൾക്ക് വിളിക്കുന്നത്, ഞാൻ പറയട്ടെ, ചർച്ചകൾക്ക് വിളിക്കുന്നത് ഞാൻ പറയട്ടെ, താൻ ലക്ഷണമൊത്ത ഒരു പിണറായി വിരുദ്ധനാണെന്നും തന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് പിണറായി വിജയനെതിരെ പറയാൻ വേണ്ടിയിട്ടാണെന്നും മറ്റൊരു ചർച്ചയിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നിരീക്ഷകൻ എന്ന രൂപത്തിൽ സഖാവ് പിണറായി വിജയനെതിരെ പറയാൻ വേണ്ടി ഒരാൾ എന്ന രൂപത്തിൽ നിങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഗാന്ധിസത്തിന്റെ അതേ സ്വഭാവമല്ല ഡിവൈഎഫ്ഐക്കാർക്ക്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ മന്ത്രിസഭ ഇറങ്ങി കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പരിപാടിയെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വോളണ്ടിയേഴ്സും സന്നദ്ധ പ്രവർത്തകരും ഈ പരിപാടി വിജയിപ്പിക്കാൻ എത്ര പരാതികൾ പരിഹരിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങളും വരുമല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇപ്പോൾ 14,000-ൽ പരം പരാതികൾ കാസർഗോഡ് ലഭിച്ചിട്ട് 1000-ൽ ചില്ലാനം പരാതികളാണ് പരിഹരിച്ചത്. ബാക്കി പരിഹരിക്കേണ്ട സമയം കഴിഞ്ഞു. 2 ആഴ്ചയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഉറപ്പ് 25 മിനിറ്റ് അല്ല, ആ പരിപാടി വേണ്ട, അത് സ്മൃതി കയ്യിൽ വെച്ചാൽ മതി. 25 മിനിറ്റ് ഞാൻ ഇവരെ കേട്ടിരുന്നു, ഞാൻ ഇടപെട്ടതില്ല. അങ്ങനെ ഞാൻ മാത്രം മറുപടി പറയുമ്പോൾ ഒറ്റ ചോദ്യം ഇങ്ങനെ പുട്ടിന് പീരയിടുന്ന പോലെ ഉപചോദ്യങ്ങളുമായിട്ട് ഇങ്ങ് വരണ്ട. കാരണം ഈ ചർച്ചയിൽ മറ്റുള്ളവര് നിരീക്ഷകരായിട്ട് വരുന്ന ശ്രീകുമാർ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് വേണ്ടി വാദിച്ചു. ഒരൊറ്റ ഉപചോദ്യം ഇല്ല. കാരശ്ശേരി മാഷ് പിണറായി വിരുദ്ധത 20 മിനിറ്റ് 15 മിനിറ്റ് പറഞ്ഞു, ഒരു ഉപചോദ്യം ഇല്ല. എന്നോട് മാത്രം അങ്ങനെ ചോദിക്കാൻ ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അജണ്ട അവിടെ ഇരുന്നോട്ടെ. ഞാൻ പറയാം, കേന്ദ്രത്തിന്റെ വിരുദ്ധ മനോഭാവം തന്നെയാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നേ, അങ്ങനെ നിങ്ങളുടെ അപമാനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല, നിങ്ങളുടെ അപമാനം കേൾക്കാൻ വന്നിരിക്കുന്നതല്ല. കയ്യിൽ ഇരുന്നോട്ടെ, എന്റെ സ്ക്രീനിൽ നിന്ന് മാറ്റി, എന്റെ സ്ക്രീനിൽ നിന്ന് മാറ്റി ചോദിക്കാനുള്ള ചോദിക്കും. സമയം തന്നെ ഞാൻ ഉപചോദ്യം എൻ ശ്രീകുമാറിനോടും ചോദിച്ചു. അല്ലല്ല, നിങ്ങൾ വരട്ടാൻ നിൽക്കണ്ട, നിൽക്കല്ലേ. നിങ്ങൾ അന്തസ്സോടെ സമയം തന്നെ, അന്തസ്സോടെ. അതാ മര്യാദ, ജനാധിപത്യ മര്യാദ. പ്രയോഗങ്ങൾ താങ്കളുടേതാണ്. പിണറായി വിരുദ്ധത പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിട്ട് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഉപചോദ്യം ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ അനുവദിക്കില്ല. 4 നിരീക്ഷകരെ മുന്നിട്ടിരുത്ത്, ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള നിരീക്ഷകരെ കൊണ്ടുവന്നിരുത്ത്. എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരെ അപമാനിക്കാനൊന്നും യാതൊരു അവകാശവുമില്ല. അന്തസ്സായിട്ട് മറുപടി പറയാൻ സമയം തരും. അഡ്വക്കേറ്റ് അരുൺകുമാർ, ചർച്ചയിലിരിക്കുന്ന മറ്റതിഥികളെ അപമാനിക്കാൻ താങ്കൾക്ക് യാതൊരു അധികാരവുമില്ല. പക്ഷെ ഇതൊക്കെ തനി പിണറായി വിരുദ്ധത തലയ്ക്ക് പിടിച്ചിട്ടെ, ആങ്കർ എന്ന രൂപത്തിൽ പിണറായി വിരുദ്ധത തലയ്ക്ക് പിടിച്ച്, ഇടതുപക്ഷ വിരുദ്ധത തലയ്ക്ക് പിടിച്ച് അതൊരു ഭ്രാന്തായി മാറിയിരിക്കുകയാണ് അവതാരികയായ സ്മൃതി പരുത്തിക്കാടിന്. മതി. CPM-ന്റെ പ്രതിനിധിയുടെ അടുത്ത് വേണ്ട, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള സമയം തന്നെ. ആ സമയം തന്നില്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അന്ന് മര്യാദകേട് കാണിക്കണു. ഒരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി ഇല്ലാതെ അടുത്ത ഉപചോദ്യം. എത്ര ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്? 4 പിണറായി വിരുദ്ധരെ കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തും നിങ്ങൾ. എന്നിട്ട് ഓരോ ചോദ്യത്തിനും മറുപടി. എന്റെ സമയം വരുമ്പോ ഉപചോദ്യങ്ങൾ തന്നെ കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളൂ. എല്ലാത്തിനും ഒരു മര്യാദയില്ലേ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട്? നിങ്ങൾ വിളിച്ചിട്ടല്ലേ വരുന്നത്? നിങ്ങൾ സംസ്ഥാന കേന്ദ്രത്തിൽ വിളിച്ച് ഒരാളെ നിശ്ചയിച്ച് വിളിച്ചിരുത്തിയിട്ട് ഈ അപമാനിക്കരുത്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ സമയം തരണം. സമയം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ മിണ്ടുന്നില്ല. 9 മണി വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. താങ്കളുടെ ബഹളം കഴിഞ്ഞെങ്കിൽ ഇനി മറുപടി പറയൂ. തണുത്തോ? ഇനി ബാക്കി പറഞ്ഞോളൂ. എന്റെ മറുപടി കഴിയുന്നവരെ ഇടപെടാൻ പാടില്ല. ചെറിയ വലിച്ചു നീട്ടി എനിക്ക് അധികം സമയമൊന്നും വേണ്ട. നവകേരള സദസ്സ് കേരളത്തിൽ നടത്തിയത് ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നവകേരള നിർമ്മിതിയിലേക്ക് ഈ ജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നവകേരള സദസ്സ് ഒരു 10 ദിവസം പിന്നിട്ടപ്പോൾ ഈ പാർലമെന്റിൽ തൃശ്ശൂരിലെ MP TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. കഴിഞ്ഞ 4.5 വർഷമായി എടുക്കാത്ത ഒരു വിഷയം, കോൺഗ്രസിന്റെ ഒരു MP-മാർ പോലും പ്രതികരിക്കാത്ത വിഷയം, കേന്ദ്ര അവഗണനയാണ്, സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ തകർക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രമേയം കോൺഗ്രസിന്റെ MP ആദ്യം തന്നെ അവതരിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കൊടിക്കുന്നൽ സുരേഷ് മറ്റൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകളെ തകർക്കുകയാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിനെതിരെ പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു 3 ദിവസത്തോടെ നവകേരള സദസ്സിന്റെ 20-ാം ദിവസമായപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു,
കേന്ദ്രം ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഉപരോധം ഏർപ്പെടുത്തി തകർക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ് കോൺഗ്രസിന് ഇത്ര നയമാറ്റം ഉണ്ടാകാൻ കാരണം? 4.5 വർഷമായി എംപിമാർ ഒരു സമരം പോലും നടത്താത്ത എംപിമാർ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാരണം നവകേരള സദസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നയങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അണിനിരന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് KPCC പ്രസിഡന്റ് അപ്പൊ തന്നെ അതിനെ തള്ളി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ TM പ്രതാപനെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ബോധ്യമായി ജനങ്ങൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന സമീപനങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോവുകയാണെന്ന്. അത് കണ്ടപ്പോ ഹാലിളകി എങ്ങനെയെങ്കിലും തകർക്കണം, ഈ ജനപിന്തുണ തകർക്കണം, ഇത് ചർച്ചയാകാതിരിക്കണം. അതിനുവേണ്ടി ആക്രമണത്തിന്റെ പരമ്പരയുമായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ആക്രമണത്തിന്റെ പരമ്പര അവിടെയാണ് ഞാൻ പറഞ്ഞത്. ചെരുപ്പ്, കല്ല്, കുപ്പി, വടികൾ, തടിക്കഷ്ണങ്ങൾ, മുളകുപൊടി ഇട്ട മുട്ട, ഗോലി, ഷീൽഡ് തകർക്കാൻ പ്രത്യേക ആയുധം, നാളെയും മറ്റന്നാളും കൂടുതൽ മാരകായുധമായി വരും. അവരാദ്യം തന്നെ 35 ദിവസത്തിനുള്ളിൽ ചില രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചത്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഉള്ളൂ നവകേരള സദസ്സ്. ഓരോ സംഘടനയ്ക്ക് ഇന്നലെ മുതൽ വീതിച്ചു കൊടുത്തു. ഇന്നലെ കൊടുത്തു യൂത്ത് കോൺഗ്രസിന്, ഇന്ന് KSUവിന്, നാളെയും മറ്റന്നാളും ഓരോ സംഘടനകൾക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ സമാപനം നടക്കുമ്പോൾ DGP ഓഫീസ് മാർച്ച്, അങ്ങനെ കലാപ കലുഷിത അന്തരീക്ഷമാക്കി മാറ്റണം. ഇവിടെ നിരീക്ഷകനായി വന്നിരിക്കുന്ന ശ്രീകുമാർ പറഞ്ഞല്ലോ, ഇപ്പൊ ചർച്ചയല്ല, നവകേരള സദസ്സ് ചർച്ചയല്ല, മുഴുവൻ കലാപമാണ്. പ്രതിപക്ഷം അങ്ങ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ലീഡ് ചെയ്ത് പൊക്കോ. ഇങ്ങനെ തന്നെയല്ലായിരുന്നോ 2021 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എല്ലാ കുത്തക മാധ്യമങ്ങളെയും കൂട്ടി കോൺഗ്രസ് അങ്ങ് വലിയ ഘോഷയാത്ര നടത്തിയില്ല? ഇടതുപക്ഷത്തെ ആക്രമിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു. 91 സീറ്റ് 99ആയി മാറി, 42% 45.3% മാറി. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്കാണ് ഇറങ്ങിയത്. 10,000-കണക്കിന് പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതികളെല്ലാം ഞങ്ങൾ പരിഹരിക്കും. നിരവധി പദ്ധതികളും നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. അവ സമയബന്ധിതമായി പൂർത്തീകരിക്കും. പരാതികളുടെ കണക്കാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്കാണെന്ന് ചോദിക്കുകയാണ്. പരാതിയുടെ കണക്കാണ് ഞാൻ ചോദിച്ചത്. 14,000-ലധികം പരാതികൾ കാസർഗോഡ് നിന്ന് ലഭിക്കുമ്പോൾ അതിൽ 1000 ചില്ലാനം പരാതികളെ പരിഹരിച്ചിട്ടുള്ളൂ. സമയം പറഞ്ഞത് 2 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്നായിരുന്നു. പരിഹരിച്ചിട്ടില്ല. അപ്പോൾ അതിനെന്താണ് വിശദീകരണം? അതിപ്പോൾ ഓരോ ജില്ലയിലെയും പരിശോധിച്ചാൽ ആ കണക്കുകൾ അറിയാനാകും. അപ്പോൾ 10% പരാതികൾ പരിഹരിക്കാനാണോ ഈ യാത്ര എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ, താങ്കൾ ഈ പറഞ്ഞ ഗോലി, മുട്ട, മുളക് പൊടി തുടങ്ങിയ ആയുധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താണ് ചെടിച്ചട്ടി, ഹെൽമറ്റ് തുടങ്ങിയ ആയുധങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി പറഞ്ഞോളൂ. ഇവിടെ താങ്കൾ പറഞ്ഞു കാസർഗോഡ് നിന്ന് 14,000 പരാതി കിട്ടി, അതിൽ 10% പരിഹരിച്ചു. ഞങ്ങൾ പറഞ്ഞത് കിട്ടുന്ന പരാതി ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളിലുള്ള പരാതി, ആ പരാതിക്ക് 2 ആഴ്ചയും സംസ്ഥാന തലത്തിലുള്ള പരാതിക്ക് 45 ദിവസവും എന്നാണ് പറഞ്ഞത്. അതായത് നവകേരള സദസ്സ് പൂർത്തീകരിച്ച് ഒരു 10 ദിവസത്തോടെ എടുക്കും സംസ്ഥാന തലത്തിലുള്ള പരാതി. ഓരോ പരാതി സ്വീകരിക്കുമ്പോഴും അപ്പോൾ തന്നെ അത് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ച് ആ പരാതിക്കാരന്റെ സ്വന്തം മൊബൈൽ ഫോണിലൂടെ തന്റെ പരാതി ഇപ്പോൾ എവിടെയാണ് പ്രോസസ്സിംഗ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ്. അതുകൊണ്ട് ഒരു ജില്ലയിലെ പരാതി എന്ന് പറഞ്ഞാൽ അത് 10 ദിവസവും, ആ കിട്ടുന്ന പരാതിയിൽ സംസ്ഥാന വിഷയമാണ്, സംസ്ഥാന തലത്തിൽ പരിഗണിക്കുന്നതാണെങ്കിൽ 45 ദിവസം. അതുകൊണ്ട് ജനങ്ങൾക്കൊരാശങ്കയില്ല. അവരുടെ പരാതി ഏത് പ്രോസസ്സിംഗിലാണ് നടക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് പരിഹരിക്കപ്പെടുമെന്ന് കൃത്യമായി അവരുടെ മൊബൈൽ ഫോണിലൂടെ അറിയിച്ച് തന്നെയാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അക്രമ സമരം നടത്തിക്കൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെ വഴിതിരിച്ചു വിടാൻ നടത്തുന്ന ശ്രമങ്ങളെയാണ് ഞങ്ങൾ എതിർത്തത്. ന്യായമായിട്ടുള്ള പ്രതിഷേധം ആർക്ക് വേണമെങ്കിലും സംഘടിപ്പിക്കാം. ജനാധിപത്യത്തിൽ ഇത്തരം പ്രതിഷേധങ്ങളും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളുമെല്ലാമാണ് ജനാധിപത്യത്തെ അർത്ഥപൂർണ്ണമാക്കി മാറ്റുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇടപെടേണ്ട വിഷയങ്ങളിൽ അതിശക്തമായി ഗവൺമെന്റിനെതിരെയും പോലീസിനെതിരെയും പ്രതികരിച്ചു തന്നെയാണ്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത വസീഫ് പറഞ്ഞത് ഞങ്ങളൊന്ന് സൽക്കരിച്ചു എന്നാണ്. ഞങ്ങളൊന്ന് സൽക്കരിച്ചു കല്യാശ്ശേരിയിലെന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാനാകുമല്ലോ. ഈ ആയുധങ്ങളെ എങ്ങനെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഇല്ലില്ല, ഞാൻ അത് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ. KSRTC ബസിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ അപകടമുണ്ടാക്കാൻ, നവകേരള സദസ്സിന്റെ യാത്ര മുടക്കാൻ കണ്ണൂര് മുതൽ പ്ലാൻ ചെയ്ത പദ്ധതി, അത് കണ്ണൂരിൽ ഇപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന നിരീക്ഷകനായിട്ടുള്ള ശ്രീ N ശ്രീകുമാർ അടക്കം അവിടെ നിന്ന് തുടങ്ങി പല ജില്ലയിലും നടത്തിയ പദ്ധതിയാണ്. ചില ജില്ലകളിൽ ശരിയായി, ചില ജില്ലകളിൽ ശരിയായില്ല. കാരണം എറണാകുളത്ത് എത്തിയപ്പോഴാണ് ഷൂ എറിഞ്ഞത്, അതുപോലെ ആ വാഹനം തകർക്കാൻ നോക്കിയത്. അങ്ങനെ പല ജില്ലകളിലും അവർക്ക് ശരിയായി, ചില ജില്ലകളിൽ ശരിയായില്ല. അപ്പൊ മലപ്പുറത്തും തൃശ്ശൂരുമെല്ലാം റോഡ് സൈഡിൽ നിന്ന് പ്രതിഷേധിച്ചേ ഉള്ളൂ. ഇപ്പൊ അവസാനം ഇത് കൊല്ലം, തിരുവനന്തപുരത്ത് എത്തിയപ്പോ എങ്ങനെയെങ്കിലും ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ.
ഈ യാത്ര തന്നെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ആശയത്തെ നേരിടേണ്ടത് ആശയം കൊണ്ടാണെന്നാണല്ലോ M.M. കാരശ്ശേരി മാഷ് പറഞ്ഞത്. ഞങ്ങൾ നവകേരള സദസ്സിന്റെ ആശയത്തെ മുന്നോട്ട് വെച്ചപ്പോൾ വിചാരണ സദസ് എന്നുള്ള ആശയമല്ലേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്? ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യുമെന്നല്ലേ പറഞ്ഞ്? ഒരു വാർത്തയുമില്ലല്ലോ. 10 പേരെ തികച്ചിരുത്തി ഒരു വിചാരണ സദസ് നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? കസേരകൾ ഇട്ടിരിക്കുന്ന കസേരകൾ നോക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ KPCC പ്രസിഡന്റ് എല്ലാം അവിടെ പോയി പ്രസംഗിക്കുന്നുണ്ട്. ഒരു 10 പേരെ കൂട്ടിയിരുത്താൻ കഴിയുന്നില്ല. കാരണം ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയം പൊള്ളയായ ആശയമാണെന്നും നവകേരള നിർമ്മിതി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണെന്നും ആ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉപരോധങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായത്. അരുൺകുമാർ, കൊല്ലത്തെത്തിയപ്പോൾ ഭിന്നശേഷിക്കാരനെ തൊഴിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. കാലുകൊണ്ട് തൊഴിക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നാണ്. എന്നിട്ടും ഭിന്നശേഷിക്കാരൻ എന്തിനാണ് സമരത്തിനിറങ്ങുന്നത് എന്ന ചോദ്യമാണ് EP ജയരാജൻ ചോദിച്ചത്. LDF കൺവീനറാണ്. ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്, NSS ഉണ്ട്, അതുപോലെ തന്നെ NCC ഉണ്ട്. ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ആളുകളെ നിയന്ത്രിക്കാൻ അത് വോളണ്ടിയേഴ്സ് കൃത്യമായിട്ട് ബാഡ്ജ് ധരിച്ച് ബനിയൻ ധരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാനുണ്ട്. അത് തടസ്സപ്പെടുത്തുവാനും അവിടെ ഗോലി എറിയാനും അവിടെ മുളക് പൊടിയുള്ള മുട്ട എറിയാനും തടസ്സപ്പെടുത്താനും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണം ചില മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആക്രമണം ഉണ്ടാകുമ്പോഴല്ലേ പ്രത്യാക്രമണം പ്രതിഷേധിക്കാൻ വരുന്നവർ സൈഡിൽ നിന്ന് പ്രതിഷേധിച്ചോളൂല്ലോ. ഏതെങ്കിലും തരത്തിൽ മുദ്രാവാക്യമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ എന്തിനാണ് ഈ തടസ്സപ്പെടുത്താൻ വരുന്നത്? എന്തിനാണ് ഈ തടസ്സപ്പെടുത്താൻ വരുന്നത്? അവർക്ക് വിചാരണ സദസ്സ് നടത്തി അവരുടെ ആശയം പ്രകടിപ്പിച്ചാൽ പോരെ? അവർക്കുള്ള പ്രതിഷേധം വിചാരണ സദസ്സിൽ വെച്ച് ചോദിക്കാമല്ലോ. ഈ നവകേരള സദസ്സ് തടസ്സപ്പെടുത്താൻ എന്തിനാ വരുന്നത്? അവിടെയാണ് ഈ പ്രശ്നം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുത്തിയാൽ മതി. അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുക. അല്ല, ഞാൻ പറഞ്ഞല്ലോ അതൊന്നുമല്ല. ഞാൻ പറഞ്ഞ വാക്കിൽ വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ കൃത്യമായി നവകേരള സദസ്സ് ചിട്ടയായി അച്ചടക്കത്തോടെ പൂർത്തീകരിക്കാൻ അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അതിന്റെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിയമം കയ്യിലെടുക്കാനും അക്രമം സംഘടിപ്പിക്കാനും വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 307, അതായത് ഒരാൾ ജീവിച്ചിരുന്നാൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടക്കം നിയമവിരുദ്ധ സമരമാണ് അല്ലേ അരുൺകുമാർ? ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞല്ലോ. കൃത്യമല്ലാത്തോണ്ടാണ് ആവർത്തിച്ചു. 2 കാലുകളും ഇല്ലാത്ത ഭിന്നശേഷിക്കാരൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആ ബസ്സിനടുത്തേക്ക് വന്നപ്പോഴേക്കും തൊഴിച്ചു മാറ്റുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് തടസ്സപ്പെടുത്താൻ നിയമവിരുദ്ധമായി നിരവധി ആളുകൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കലാപശ്രമം നടത്തിയിട്ടുണ്ട്. അവരെ ഇതിന്റെ വോളണ്ടിയേഴ്സും സന്നദ്ധ പ്രവർത്തകരും അതിന്റെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ഏതെങ്കിലും UDF-ന്റെ വിചാരണ സദസ്സിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടോ? ഈ വിചാരണ സദസ്സിൽ ഞങ്ങൾ ഏതെങ്കിലും കരിങ്കൊടി കാണിക്കാനോ പ്രതിഷേധിക്കാനോ പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ലല്ലോ. എന്തിയാ പോകാത്തത്? ഞങ്ങൾ കൃത്യമായി ജനാധിപത്യപരമായിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് എത്ര അക്രമവും കലാപവും സൃഷ്ടിക്കാൻ നോക്കിയാലും നവകേരള സദസ്സ് നവകേരള യാത്രക്കെതിരായ പ്രതിഷേധം ജനാധിപത്യപരമായ സമരമല്ല. പരിഹാരം ഉണ്ടാവും. ജനാധിപത്യപരമായിട്ടുള്ള സമരം ചില മേഖലകളിൽ നടന്നു. ചില മേഖലകളിൽ ആക്രമണത്തിന്റെ പാതയിലുള്ള സമരം നടന്നു. നിയമം കയ്യിലെടുക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനെതിരെ ഷൂവേറും അതുപോലെ തന്നെ ബൂട്ടേറും എല്ലാം നമ്മൾ കണ്ടത്. അതുപോലെ വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയത്. സമാധാനപരമായിട്ടുള്ള സമരം നടന്നിടത്ത് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അവർക്ക് പ്രതിഷേധിച്ച് തിരിച്ചു പോകാൻ കഴിഞ്ഞു. തെരഞ്ഞെടുത്ത ജനം ഇതും കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ കാണുന്നുണ്ടല്ലോ. അത് കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കാണുമ്പോൾ കൂടുതൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളോട് യോജിക്കും, ഞങ്ങളുടെ ഒപ്പം അണിനിരക്കും, ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തരും. അത് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, ശ്രീകുമാർ മറുപടി പറയാം. സ്മൃതി, ഈ അരുൺകുമാർ ഒരുപാട് സമയം പ്രസംഗിച്ചിട്ടും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്ന ഇതിലത്തെ രാഷ്ട്രീയമാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഈ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ലല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞത് DYFA-ക്കാരെ CPM-കാരെ ഇറങ്ങണ്ട എന്നാണ് പറഞ്ഞത്. ഏഷ്യാനെറ്റ് ചാനലിലെ ഇൻ്റർവ്യൂ ആണ്, ഇറങ്ങണ്ട. പക്ഷേ അതാ ഇന്നും ഇറങ്ങി, ഇപ്പോഴും ഇറങ്ങി. അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് വിലയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നവകേരള സദസ്സ് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ VN വാസവൻ പ്രസംഗിച്ചു. എന്താണ്?
ദൈവം തന്ന വരദാനമാണ് പിണറായി. പിറ്റേന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞു തെറ്റ്, അങ്ങനെ പറയാൻ പാടില്ല, പാർട്ടി സെക്രട്ടറിയുടെ കടത്തിവെട്ടി. 2. പിന്നെന്താ കാര്യം? ഈ ജാഥ തിരുവനന്തപുരത്ത് മറ്റന്നാൾ സമാപിക്കുമ്പോൾ 2 മന്ത്രിമാർ കൊഴിഞ്ഞു പോകും ഇല്ലേ? 2 മന്ത്രിമാരെ. അപ്പോഴും BJPയെ സഹായിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ മന്ത്രിസഭയിലുണ്ട്. അവിടെയാണ് പ്രശ്നം. LDF NDA സംയുക്ത മന്ത്രിസഭയുടെ അവസാനത്തെ ഒരു എന്താണ് LDF NDA മന്ത്രിമാരുടെ ഒരു യാത്രയുടെ അവസാനം ഒരു NDA മന്ത്രി അതിലുണ്ടാകും. പക്ഷേ 2 LDF മന്ത്രിമാർ കൊഴിഞ്ഞു പോകും. ഇതൊക്കെ ജനം കാണുകയല്ലേ? ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അതായത് നമ്മളിപ്പോൾ ഇന്ന് മറിയക്കുട്ടിയുടെ കേസുണ്ടല്ലോ, മറിയക്കുട്ടിയുടെ കാര്യത്തിൽ കോടതി എന്താ പറഞ്ഞത്? മറിയക്കുട്ടി VIP ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നവകേരള സദസ്സ് വേണ്ട, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ മറിയക്കുട്ടിയെപ്പോലുള്ളൊരു കോടതിയിൽ പോയാൽ പരിഹരിക്കപ്പെടും. കോടതി ചോദിച്ചല്ലോ, നാളെ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നവകേരള സദസ്സിൽ അല്ലെങ്കിലും പരാതി പരിഹരിക്കുന്നില്ല? നവകേരള സദസ്സുമായിട്ട് മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഒരു പത്രലേഖനം ചോദിച്ചു, എത്ര പരാതികൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കൂടുതൽ പരാതികൾ ഏത് വിഭാഗത്തിൽ നിന്നാണ് എന്നൊരു ചോദ്യം വന്നു. അങ്ങനെ ചോദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞാനതൊന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് തൃശ്ശൂർ വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്തിനായി സദസ്സ് പ്രസംഗിക്കാനോ? അല്ലെങ്കിൽ ഇന്ന് 2 UDF വന്നു, നാളെ ഒരു UDF വരും എന്നൊക്കെ പറയാനോ? ഞാൻ പറഞ്ഞ നവകേരള സദസ്സ് എന്നുള്ള അവരുടെ ആ ഒരു വലിയ പദ്ധതിയിട്ട് കൊണ്ടുവന്നത് ആ സ്വപ്നം തകർന്നുപോയി. ആ സ്വപ്നം തകർന്നുമ്പോൾ ഉണ്ടാകുന്ന അരിശമാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ DYFIക്കാർ പോലീസ് സംരക്ഷണം ഇല്ലാത്ത DYFIക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ പറ്റുമോ? ഇന്നത്തെ നിങ്ങളുടെ എല്ലാ സീനും നോക്കൂ. ശ്രീ അരുൺകുമാർ ഇവിടെ നിന്ന് പറയുന്നൊന്നും അല്ല വിഷയം. ഗോവിന്ദ മാഷ് പറയണേ കേൾക്കണ്ടേ സ്മൃതി? ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു. CPM രംഗത്തിറങ്ങണ്ട, ഇനി ഇറങ്ങില്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാ വരുന്നു. ഡോക്ടർ എം എൻ കാരശ്ശേരി, നവകേരള സദസ്സ് ഒരു വൻ വിജയവും പ്രതിപക്ഷ സമരം ഒരു വൻ പരാജയവും, ഇതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ പരിപാടിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ലല്ലോ എന്നൊരു വിചിത്രമായ ചോദ്യവും ഭരണപക്ഷം ചോദിക്കുകയാണ്. ഭരിക്കുന്നവർക്ക് പ്രതിഷേധ പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ടോ? സ്മൃതി, അതാണ്, അതായത് ഭരണത്തിലുള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഈ നവകേരള സദസ്സിന് ബദലായിട്ട് വിചാരണ സദസ്സുണ്ട്. അവിടെ എതിർക്കാൻ പോകേണ്ട കാര്യം മറ്റവർക്കില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസുകാരുടെ ഇരട്ടത്താപ്പിനെതിരായിട്ട് പരാതിയുണ്ട്. ഇപ്പോൾ അല്ലെ മറിയക്കുട്ടിയുടെ പറഞ്ഞ ആൾക്ക് ഇത് പെൻഷൻ കിട്ടിയിട്ടില്ല എന്ന് പരാതിയുണ്ട്. അല്ലെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് അവർ കൊടുത്ത നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല, അവരുടെ കൂട്ടത്തിൽ പലരും ആത്മഹത്യ ചെയ്ത കേസുണ്ട്. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ KSRTC ജീവനക്കാരുടെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ നവകേരള സദസ്സ് എന്ന് പേര് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും. അപ്പോൾ ഭരിക്കുന്നവർക്കുള്ള കൂടുതൽ ഉത്തരവാദിത്തം എന്നൊരു കാര്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൻ്റെ നേരെ ഷൂസ് എറിഞ്ഞത് അങ്ങേയറ്റത്തെ അന്യായമാണ്. അത് ഹിംസയാണ്, അത് ജനാധിപത്യമൊന്നുമല്ല. ഈ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ ആരുടെ നേരെ എറിയാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേരെ. അത് വലിയ അന്യായമാണ്. അതൊക്കെ ഇവർക്ക് നയപരമായ തെറ്റുപറ്റുന്നതാണ് കോൺഗ്രസ്സുകാർക്ക്. അപ്പോൾ അതിനൊന്നും ആരും ജനാധിപത്യത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന ആരും ന്യായീകരിക്കുകയില്ല. അതിൽ ഹിംസയുണ്ട്, കല്ലെറിഞ്ഞെങ്കിൽ അത് തെറ്റാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിന് മുമ്പേ തന്നെ അടി തുടങ്ങി നമുക്കറിയാം, നമുക്കത് മറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഹിംസ ആര് കാണിച്ചാലും, അക്രമം ആര് കാണിച്ചാലും, അന്യായം ആര് കാണിച്ചാലും അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്നാണ് ജനാധിപത്യം. അപ്പോൾ ഡെമോക്രസിയുടെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അത് ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതിനേക്കാൾ അധികം അത് ജനാധിപത്യ രീതിയിലാണ് മുന്നേറുന്നത്. നമ്മൾ ആശയങ്ങൾ ചർച്ച ചെയ്യുകയാണ്, നമ്മൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുള്ള അതേ ഉത്തരവാദിത്വം പദവിയൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യം പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, ഗവൺമെൻറ് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അത് തെരുവിൽ തല്ലി തീർക്കാം എന്ന് വരുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ഇതിപ്പോൾ നേരെ പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും ഒരു അലമ്പായിട്ട്, അതായത് നമുക്ക് കാണാനും കേൾക്കാനും വയ്യാത്ത തരത്തിൽ കാര്യങ്ങൾ മോശമായി എന്ന് പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ അങ്ങനെയാണുള്ളത്. അത് അക്രമത്തിലൂടെ, അടിയിലൂടെ, അടി തിരിച്ചടി എന്നൊക്കെയുള്ള വാക്കുകൾ, ഇതൊക്കെ രാഷ്ട്രീയം പറയാണോ അതോ തെരുവിൽ ആളുകൾ, അല്ലെങ്കിൽ പണ്ടൊക്കെ ചന്തയിൽ ഗുണ്ടകളുടെ
വർത്തമാനത്തെ പറ്റി പറയും. ആ തരത്തിലാണോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെ മറ്റു മന്ത്രിമാർ അല്ലെ KPC പ്രസിഡന്റ് അല്ലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുന്നത്? അതൊക്കെ വളരെ കഷ്ടമാണ്. അത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കും. നമുക്ക് ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. ഒരു കൂട്ടർ ഭരണപക്ഷത്താണ്, ഒരു കൂട്ടർ പ്രതിപക്ഷത്താണ്, നാളെ മറിച്ചായി എന്ന് വരാം. അപ്പോൾ പോലീസ് അല്ലെങ്കിൽ DYFI എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തച്ചൊതുക്കിയിട്ട് ഈ നവകേരള സദസ്സ് വിജയിപ്പിക്കാന്ന് ഭരണം മാറി മാറി വിചാരിക്കുന്നത്. വരും. നേതാക്കൾ പറഞ്ഞതും ഇപ്പോൾ തെരുവിൽ കാണുന്നതും ഒക്കെ അതേപടി നിലനിൽക്കുകയും ചെയ്യും. ആ ദൃശ്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിലുമുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.